ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 അപ്രോച്ച് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. ബാക്കി വരുന്ന അപ്രോച്ചാണ് ദി ഓക്സ്ഫോർഡ് അപ്രോച്ച്. അപ്പോൾ എന്താണ് ഓക്സ്ഫോർഡ് അപ്രോച്ച്? ഇതൊരു കഥ പോലെ നോക്കാം നമുക്ക്. അതായത് ഒരു ഫാക്ടറി, ഒരു ബിസി ആയിട്ടുള്ള ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഫാക്ടറി സങ്കല്പിക്കുക. ഒരു പേര് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ഗിയേഴ്സ് കമ്പനി. ഓക്കെ, അവിടെ കുറേ ടീം ഓഫ് വർക്കേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. അവിടെ പുതിയൊരു ഓണർ വരാണ്. ഓണറിൻ്റെ പേര് മിസ്റ്റർ അവിനാഷ്. ഓക്കെ, അങ്ങനെ ഈ ഓക്സ്ഫോർഡ് അപ്രോച്ച് പ്രകാരം മിസ്റ്റർ അവിനാഷ് വന്നിട്ട് ഫാക്ടറി വന്നിട്ട് ഉടനെ എന്ത് ചെയ്യാണ്, പുതിയ ഒരു റൂൾ ബുക്ക് കൊണ്ടുവന്നിട്ട് പറയാണ് എന്തെന്ന്, ഇന്ന് മുതൽ എല്ലാം ഈ ബുക്കിലത്തെ റൂൾ അനുസരിച്ചിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. നിങ്ങളുടെ ഷിഫ്റ്റ്, അതായത് വർക്കേഴ്സിൻ്റെ ഷിഫ്റ്റ്, അവരെ പേയ്മെൻറ്റ്, അവരെ ബ്രേക്ക്, അതായത് അവരെ ഇൻ്റർവെൽ പീരീഡൊക്കെ ഇല്ലേ, എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ ബുക്കിലുള്ള റൂൾസ് പ്രകാരമാണ്. അത് ഡൊണോവൻ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്ത അത്തരത്തിലുള്ള റൂൾസ് പ്രകാരമാണ് നമ്മ ഇനി മുന്നോട്ട് പോകുക എന്ന് അവിനാശ് ആ ഫാക്ടറിയിൽ പറയാണ്. അവിടെ നെഗോഷിയേഷന് ഒരു സ്പേസും ഇല്ല. അതായത് ഒത്തുതീർപ്പോ സംസാരിച്ച് നമ്മൾ റെഡിയാക്കാമെന്നോ അങ്ങനെയൊന്നും ഒരു സംഭവം അവിടെ നടക്കില്ല എന്ന് അവിനാശ് പറയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ, അതായത് ഈ വർക്കേഴ്സിനോട് പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റൂൾസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള റൂൾ ബേസ് ചെയ്തിട്ട് റൺ ചെയ്യണ കാര്യങ്ങളെയാണ് ഓക്സ്ഫോർഡ് അപ്രോച്ച്, അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിനാണ് ഓക്സ്ഫോർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദി ഡൊണോവൻ കമ്മീഷൻ. According to this, the industrial relations system is a study of the institution's job regulation and the stress എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എവിടെയാണ് കൊടുത്തേക്കുന്നത്, ഈസ് ഓൺ ദ സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയർ റൂൾസ് ആസ് ഡൺലപ്സ് മോഡൽ. ഇതാണ് ഓക്സ്ഫോർഡ് അപ്രോച്ചിൽ പറയുന്നത്. ഇനി അടുത്തതാണ് ദ ഇൻഡസ്ട്രിയൽ സോഷ്യോളജി അപ്രോച്ച്. എന്താണ്? അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ അവിനാഷിൻ്റെ കമ്പനിയിൽ അവിടെ വന്നിട്ട് അവിനാശ് ഇത്തരത്തിലുള്ള റൂൾസ് കൊണ്ടുവരുമ്പോൾ അവിടെ വർക്കേഴ്സ് അത്ര ഹാപ്പി ആവുകയല്ല. അവർ ഈ സ്ട്രിക്റ്റ് റൂൾസിനോടൊന്നും അത്ര ഹാപ്പി അല്ല. അപ്പോൾ അവിടെയുള്ള ഒരു പഴയൊരു വർക്കർ, ഒരു ബുദ്ധിമാനായ ഒരു വർക്കറുണ്ട്, ബെന്നി. ഓക്കെ, ബെന്നി വന്നിട്ട് പറയാണ്, മിസ്റ്റർ അവിനാഷ്, നിങ്ങളിതെല്ലാം തെറ്റാണ്, നിങ്ങളിത് തെറ്റായ കാര്യമാണ് കാണുന്നത്. ഈ ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റൂൾസും റെഗുലേഷൻസും അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് വർക്കേഴ്സ് ആൻഡ് ഹൗ വി ഇൻട്രാക്ട്. ഇവിടെ വർക്കേഴ്സിനാണ് പ്രാധാന്യം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇൻട്രാക്റ്റ് ചെയ്യണത്, ഇടപെടുന്നത് എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കണം, ഞങ്ങളുടെ മോട്ടിവേഷനെ മനസ്സിലാക്കണം, ഞങ്ങൾ ഫാക്ടറിക്ക് എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ളതെല്ലാം മനസ്സിലാക്കണം. ഞങ്ങൾ എങ്ങനെയാണ് ഈ ജോബിനെ, ഈ വർക്കിനെ ഞങ്ങൾ ഫീൽ ചെയ്യണത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഫീൽ ചെയ്യണത്, ഇതൊക്കെ റൂൾസ് പോലെ തന്നെ, അതായത് അവർക്ക് ഉള്ള ആ ഒരു പ്രാധാന്യം, അവരുടെ ഒരു ഫീലിംഗ്, അതിനൊരു ഇമ്പോർട്ടൻസ് കൽപ്പിക്കുകയാണ് ബെന്നി. ഇത്തരം കാര്യങ്ങൾ മിസ്റ്റർ അവിനാഷിനോട് പറയാണ്. അത്തരത്തിലുള്ളൊരു അപ്രോച്ചിനാണ് ഇൻഡസ്ട്രിയൽ സോഷ്യോളജി അപ്രോച്ച് എന്ന് പറയുന്നത്. According to industrial sociology approach, the school of thought, there are two major conceptual levels of industrial relation. ഒന്ന് ഇൻട്രാ-പ്ലാന്റ് ലെവലും ഔട്ട്സൈഡ് ദി ഫേമും. This approach rejects the special emphasis given to the rule determination by the systems and Oxford models. ഇവിടെ ഇൻട്രാ പ്ലാൻ ലെവൽ എന്ന് പറഞ്ഞത് എന്താണ്? ഇൻസൈഡ് ദ കമ്പനി. എന്താണ് ഇൻസൈഡ് ദ കമ്പനി? അതായത് ഇത് ഈ കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ്, അവരിലുള്ള ഗ്രൂപ്പ്, അഥവാ അതിൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റ്, അതായത് തല്ലുകൂട്ടങ്ങൾ എന്തെങ്കിലും, അത് ഫാക്ടറിയുടെ ഉള്ളിൽ നടക്കുന്നതോ വർക്ക് പ്ലേസിൻ്റെ ഉള്ളിൽ നടക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദി വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ് എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഇൻസൈഡ് കമ്പനിയുള്ള കാര്യങ്ങളെയാണ് ഇൻട്രാ പ്ലാന്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി ഔട്ട്സൈഡ് ദ ഫേം എന്താണ്? കമ്പനിയുടെ റിലേഷൻഷിപ്പ് പുറത്ത് മറ്റുള്ള കമ്പനിയായിട്ടോ ഗവൺമെൻറ്റായിട്ടോ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഔട്ട്സൈഡ് ദ ഫേം എന്നോ ഔട്ട്സൈഡ് ദ കമ്പനി എന്നോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്രോച്ച് പറയണത് എന്താണ്? നിങ്ങൾ വെറുതെ ഈ ഓക്സ്ഫോർഡോ മോഡൽസ് ഒന്നായിട്ടോ അല്ലെങ്കിൽ റൂൾസോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആൾക്കാരായിട്ടൊന്നും നിന്നിട്ട് കാര്യമില്ല. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി സോഷ്യൽ സൈഡ്സ് ഓഫ് ദ തിങ്സ്. അവിടെ നടക്കുന്ന സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ സോഷ്യോളജി അപ്രോച്ചിൽ പറയണത്. ഇനി അടുത്തതാണ് ആക്ഷൻ തിയറി അപ്രോച്ച്. എന്താണ്?
നമ്മൾ പറഞ്ഞല്ലോ അവിനാഷിൻ്റെ കമ്പനിയിൽ അവിനാഷ് ഒരു റൂൾസിൻ്റെ ബുക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ബെന്നി വന്നിട്ട് പറയുകയാണ് ഇതൊന്നും ശരിയല്ല, റൂൾസ് മാത്രമല്ല നമ്മൾ ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം നോക്കണം എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ആക്ഷൻ തിയറി അപ്രോച്ചിൻ്റെ ഒരു ടൈമായി ഇപ്പോൾ ആര് വന്നു? സാറ വന്നു. സാറാണെങ്കിൽ ഭയങ്കര യങ് ആയിട്ടുള്ളൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു വർക്കറാണ്. സാറ വന്നിട്ട് പറയുകയാണ് എന്തെന്ന്, ബെന്നി പറയുന്നതാണ് കറക്റ്റ്, ഇത് ജസ്റ്റ് റിലേഷൻഷിപ്പും കൂടി ബന്ധമുള്ള കാര്യമാണ്, ജസ്റ്റ് റൂൾസ് മാത്രമല്ല, ഈ വർക്കേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് സംസാരിച്ച് തീർക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്ത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്ത് എല്ലാം ഒത്തുതീർപ്പാക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ സാറ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ട്. അതായത് റൂൾസ് ഓക്കെയാണ്, റൂൾസ് സ്റ്റാർട്ടിങ് പോയിൻറ്റിലേ കാര്യമുള്ളൂ. റിയൽ സൊല്യൂഷൻ എപ്പോഴാണ് വരുന്നത്? നമ്മളുടെ ആക്ഷൻസും നമ്മളുടെ നെഗോസിയേഷൻസും വഴിയാണ്. നമ്മൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കുന്നിടത്താണ് സൊല്യൂഷൻ എന്നാണ് സാർ അവിടെ പറയുന്നത്. ആ പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. ആക്ഷൻ തിയറി അപ്രോച്ച് അനാലിസിസ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഫോക്കസ് പ്രൈമർലി ഓൺ ബാർഗെയിനിങ് ആസ് എ മെക്കാനിസം ഫോർ ദ റിസൊല്യൂഷൻ ഓഫ് ദി കോൺഫ്ലിക്ട്സ്. അതായത് അവിടെ വരുന്ന പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് എങ്ങനെയാണ്? ബാർഗെയിൻ ചെയ്തിട്ട്, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കിയിട്ടാണ് ഇവിടെ ഒരു സൊല്യൂഷൻ വരിക എന്നുള്ളതാണ് ആക്ഷൻ തിയറി അപ്രോച്ചിൽ പറയുന്നത്. ഇനി അടുത്തതാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. എന്താണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്? അപ്പോൾ നമ്മുടെ കഥയിൽ പറഞ്ഞ മാതിരി മിസ്റ്റർ അവിനാഷ് എന്താണ് ഇതൊക്കെ കേട്ടിട്ട് ആകെ കൂടി കൺഫ്യൂസ്ഡ് ആവാണ്. അപ്പോൾ അയാൾ ഒരു കൺസൾട്ടൻറ്റിനെ ഹയർ ചെയ്ത് വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് എൽട്ടൺ മയോ. ഈ മയോ എന്ത് ചെയ്തു? മയോ എല്ലാവരെയും വാച്ച് ചെയ്യുകയാണ്. എല്ലാ വർക്കേഴ്സിനെയും വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിച്ചു, അയാൾ നോട്ടീസ് ചെയ്തു. അപ്പോൾ ഈ എൽട്ടൺ മയോ പറയാണ്, മിസ്റ്റർ അവിനാഷ്, ഞാനിവിടെ ഒരു പുതിയൊരു കാര്യം കണ്ടുപിടിച്ചു, വെരി ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. എന്താണ്? അതായത് ഇവിടെ വർക്കേഴ്സ് പാർട്ട് ഓഫ് ദ ടീം, അതായത് നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, അതായത് അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ അവരുടേതായിട്ട്, അതായത് അവിടെ അവർ കമ്പനിയോടായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്തിട്ട് അവർ സ്വന്തം കമ്പനി എന്നുള്ള നിലക്ക് അവർ പെരുമാറുമ്പോൾ അവിടെ വളരെയധികം കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആവുകയാണ് എന്നാണ് എൽട്ടൺ മയോ കണ്ടുപിടിച്ചത്. ഇവിടെ വെറുതെ ജസ്റ്റ് പേയ്മെൻറ്റും റൂളും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു കണക്ഷൻ, അതിനനുസരിച്ച് ഇവിടെ വളരെയധികം വ്യത്യാസം വരുന്നു എന്ന് മയോ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ മയോ പറയാണ് അവിനാഷിനോട്, എന്തെന്ന്, നമുക്ക് കുറച്ച് സ്മോൾ ആയിട്ടുള്ള കുറച്ച് വർക്ക് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം, കുറച്ച് ഗ്രൂപ്പുകളായിട്ട് ഇവരെ തിരിക്കണം. ഇവരെന്ത് ചെയ്യണം? കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്തിട്ട് സഹകരിച്ചിട്ട് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് മിസ്റ്റർ മയോ ആരെ ഉപദേശിക്കുന്നത്? അവിനാഷിനെ ഉപദേശിക്കുന്നത്. അപ്പോൾ ദ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിൽ എന്താ പറയണത്? The human relations approach, championed by Elton Mayo and Keith Davis, states that employees are more productive when they are happy and feel like they belong. This idea is all about getting people to work together as a team. It focuses on integrating employees into workplace so they feel motivated and satisfied, not just financially but also emotionally and socially. In simple terms, ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആൻഡ് വെൽ കണക്റ്റഡ് ടീം വർക്ക്സ് ബെറ്റർ ആൻഡ് പ്രൊഡ്യൂസസ് മോർ. ഇനി അടുത്തതാണ് ഗാന്ധിയൻ അപ്രോച്ച്. എന്താണ് ഗാന്ധിയൻ അപ്രോച്ച്? അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ കഥയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഒരു പഴയ ഒരു ലീഡർ വരികയാണ്, മിസ്റ്റർ ഗാന്ധി. ഓക്കെ, അദ്ദേഹം ഫാക്ടറി വിസിറ്റ് ചെയ്യാണ്. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് മിസ്റ്റർ ബെന്നിയായിട്ടും സാറയായിട്ടും ബാക്കിയുള്ള എല്ലാ വർക്കേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് പറയാണ്, മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും പുറത്തു നിന്നാണ് നോക്കുന്നത്. ശരിക്കുള്ള സൊല്യൂഷൻ എന്താണ്? നമ്മുടെ കമ്പനിയുടെ അകത്തായിരിക്കണം. അതായത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഫാക്ടറിയും ഈ മെഷീനും ഈ കിട്ടുന്ന പ്രോഫിറ്റും ലാഭവും അതൊക്കെ നിങ്ങളുടെ മാത്രമല്ല, അത് സൊസൈറ്റിയുടെ, സമൂഹത്തിൻ്റെയും കൂടിയുള്ളതാണ്. നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ ക്രിയേഷൻസ്, അത് സത്യത്തിൽ എല്ലാവർക്കും ഉള്ളൊരു ഗിഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനുഷിക പരിഗണന, ഹ്യൂമാനിറ്റി, അതെല്ലാം, പിന്നെ അതേപോലെ തന്നെ ട്രസ്റ്റ്, വിശ്വാസം എല്ലാം വേണം. എല്ലാം കൂടിയിട്ടായിരിക്കണം നമ്മളിവിടെ നിൽക്കേണ്ടത് എന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്യുകയാണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയൻ അപ്രോച്ച് എന്താണ്? ദിസ് അപ്രോച്ച് ബിലീവ്സ് ഇൻ റിസോൾവിങ് ഓൾ കോൺഫ്ലിക്ട്സ് ത്രൂ പീസ്ഫുൾ മീൻസ്. വളരെ പീസ്ഫുള്ളായിട്ട് സമാധാനത്തോടു കൂടി നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച ചെയ്തിട്ട്. അതേപോലെ തന്നെ ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മധ്യസ്ഥത. ഇതിലോട് കൂടിയിട്ടൊക്കെ തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞ് സെറ്റിലാക്കണം. അല്ലാതെ സ്ട്രൈക്സോ മറ്റുള്ള കോൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുമുട്ടുക. ഈ ഏറ്റുമുട്ടലോ സ്ട്രൈക്കോ സമരങ്ങളോ ഒന്നും ഇല്ലാണ്ട് പീസ്ഫുള്ളായിട്ട് പോകണം എന്നാണ് നമ്മുടെ ഈ അപ്രോച്ചിൽ പറയുന്നത്. അതുപോലെ തന്നെ ദാറ്റ് ബോത്ത് സൈഡ്സ് ഷുഡ് ട്രീറ്റ് ഈച്ച് അതർ വിത്ത് മ്യൂച്വൽ റെസ്പെക്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുത്തിട്ട് ഷെയർ ചെയ്തിട്ട് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർമോണിയസ് ടൈപ്പിലുള്ളൊരു വർക്ക് പ്ലേസ്, നല്ലൊരു അന്തരീക്ഷം, നല്ല സ്മൂത്തായിട്ടുള്ളൊരു അന്തരീക്ഷം വർക്ക് പ്ലേസിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക ഹെൽപ്ഫുള്ളായോ ഇല്ലയോ എന്നുള്ളത്. അടുത്ത പാട്ട് വേണോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, ഇത്തരം കോഴ്സ് എടുത്തിട്ടുള്ളവർക്ക്. ഓക്കെ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.